ക്രൂയിസിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ബെർഗനിലേക്കാണ്. നോർവേയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ബെർഗൻ എന്നറിയപ്പെടുന്നത്. നോർവേയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബെർഗനിലെത്തിയപ്പോൾ നമ്മൾ കണ്ട ഒരു ചർച്ചായിരുന്നു സെൻറ്റ് മേരീസ് ചർച്ച്. ഇത് ബെർഗനിലെ ഒരു ലാൻഡ്മാർക്കായിട്ടാണ് കരുതപ്പെടുന്നത്. റോമൻ സ്റ്റൈലിലാണ് ഈ ചർച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരോ ആയിട്ടുള്ള വിൻഡോസാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ പോകുന്നത് ബെർഗനിലെ ഗവൺമെൻറ് സംരക്ഷിക്കുന്ന വുഡൻ കൊമേഴ്സ്യൽ ബിൽഡിംഗ് കാണുവാനായിട്ടാണ്. ഇന്ന് ഏകദേശം 62 ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ മ്യൂസിയംസും ഷോപ്സും ഗാലറീസും ആർട്ടിക് സ്റ്റുഡിയോസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പഴയ വ്യാപാര കെട്ടിടങ്ങളുടെ ഒരു നിരയാണ് ഈ പറയുന്ന ബ്രൈഗൻ വാർഫ് എന്ന് അറിയപ്പെടുന്നത്. ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഹാൻസിയാറ്റിക് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ വ്യാപാര സംഘം താമസിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അവിടെ ഇരുന്നിട്ട് കച്ചവടം നടത്തിയിരുന്നു. അപ്പോൾ അവർ അവരുടെ ഡെയിലി ആയിട്ട് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തിരുന്ന ഒരു കിണറാണ് ഇത്. അന്ന് തീപിടുത്തമൊക്കെ പതിവായിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയങ്ങളിൽ ഈ വെള്ളം ഉപയോഗിച്ചിട്ടായിരുന്നു പലപ്പോഴും തീ അണച്ചിരുന്നത്. പക്ഷേ ഈ കിണറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ ഇപ്പോൾ പലരും നാണയങ്ങൾ ഇടുന്നുണ്ട്. നാണയങ്ങൾ ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളുടെ ആ നാണയം ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം സഫലമാവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ യാത്രകൾ സുരക്ഷിതമാക്കാനായിട്ടും പലരും അതിന് പൈസ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡിലും നിറയെ കെട്ടിടങ്ങൾ, അതിൻ്റെ നടുവിലാണെങ്കിൽ അധികം വീതിയില്ലാത്ത ഒരു വഴിയുണ്ടായിരിക്കും. അതായത് നമ്മളുടെ മിഡീവൽ ടൈമിലുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതും ഹിസ്റ്ററിയും ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഒരു ഹിസ്റ്റോറിക് ഹാർബർ ഡിസ്ട്രിക്റ്റാണ്. അത് കാരണം തന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ബെർഗനിലെ ഈസ്റ്റേൺ സൈഡിലുള്ള ഒരു ഹാർബറാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവിടുത്തെ കുറേ ബിൽഡിങ്ങുകളൊക്കെ നശിച്ചു പോയി. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 62 ബിൽഡിങ്ങൊക്കെ ഉള്ളൂ. ആ ബിൽഡിങ്ങുകളിൽ തന്നെ മ്യൂസിയംസും അതുപോലെ തന്നെ ഷോപ്സ്, നമുക്ക് സുവനീഴ്സ് വാങ്ങാനുള്ള സ്പേസസ് അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഒരുവിധം കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ഐറ്റംസ് ആയിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത്. കാണാനായിട്ട് നല്ല രസമുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും. പണ്ടത്തെ ആ വ്യാപാര സംഘം ഉണ്ടല്ലോ, ഹാൻസിയാറ്റിക് എന്ന് പറയുന്ന വ്യാപാര സംഘം, അവർ ഇവിടെ വ്യാപാരം നടത്തിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനടുത്ത് തന്നെയാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഫിഷിനെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഹാർബറിൽ നിന്ന് ഫിഷ് എടുത്ത് അതിന് ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു കൊണ്ടാണ് അവർ ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇന്ന് ആ വീടുകളൊക്കെ ഉപേക്ഷിച്ച് ആ വ്യാപാര സംഘമൊക്കെ പോയി. പക്ഷേ ഇന്നും അവരുടെ ഗവൺമെൻറ് ഇന്നും അത് ഏറ്റെടുത്ത് നല്ലൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അതിപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു പഴമയുടെ ഒരു ഭംഗിയുണ്ടല്ലോ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. അതിനുശേഷം ഞങ്ങൾ പോയത് ബെർഗനിലെ തന്നെ മറ്റൊരു ലാൻഡ്മാർക്ക് കാണാനായിട്ടാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഡയർ വോൾ എന്നറിയപ്പെടുന്ന ഒരാളാണ്. ഒരു വലിയ ബ്ലാക്ക് കളറിലുള്ള ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു മോനുമെൻ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതായത് ഇത് നാഷണൽ മെമ്മോറിയലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നോർവേജിയൻ സെയിലേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാഷണൽ മോനുമെൻ്റാണ് ഇത്. നോർവേയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് ഈ ബെർഗൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബെർഗനെ മഴയുടെ നഗരം എന്ന് പറയുന്ന മറ്റൊരു പേരുമുണ്ട്. നോർവേയുടെ പഴയ തലസ്ഥാനങ്ങളിൽ ഒന്നാണ് ബെർഗൻ. പ്രകൃതിയുമായി അലിഞ്ഞ് ശാന്തമായ ഒരു ജീവിത രീതി ഇഷ്ടപ്പെടുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളവരെന്ന് നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ തോന്നും. ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു പ്രദേശമാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആ നീറ്റ്നെസ് പ്രത്യേകമായിട്ട് കാണാനായിട്ട് പറ്റും. യൂറോപ്യൻ കൺട്രികളിൽ ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളിലും ആ നീറ്റ്നെസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെയും അത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കാണുന്ന ഓരോ സ്പേസിലും ആ നീറ്റ്നെസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു സൈക്കിൾ ഒതുക്കി വയ്ക്കുന്ന കാര്യമായാലും അതുപോലെ തന്നെ നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോഴാണെന്ന് വെച്ചാലും എല്ലാത്തിലും അവർ ആ നീറ്റ്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ പോയത് നോർവേയിലെ ഫിഷ് മാർക്കറ്റ് കാണാനായിട്ടാണ്. ഇവിടെയെന്ന് വെച്ചാൽ കടൽ ഭക്ഷണങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ ഫിഷ് മാർക്കറ്റ്. ബെർഗൻ നഗരത്തിലെ ഹാർബറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫിഷ് മാത്രമല്ല കാണുന്നത് കേട്ടോ. അതിന് പകരമായിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ സ്മോക്ക് ചെയ്തിട്ടുള്ള സാൽമൺസ് അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ നമ്മളുടെ അടുത്ത് അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടല്ലേ, നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാലോ നമ്മൾ വേറൊരു രാജ്യത്തു നിന്ന് വന്നിട്ടുള്ളതാണെന്ന്. ഇതൊക്കെ ഈ ടിന്നുകളിലുണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ മീനിൻ്റെ മുട്ടയാണ്. അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇതെല്ലാം തന്നെ ഞാൻ എടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം, നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ എടുത്ത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു നമ്മളത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഒക്കെ വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇവർ പറയുകയാണ് നമ്മുടെ അടുത്ത്, നിങ്ങൾക്ക് നമ്മളൊരു വലിയ ഗ്രൂപ്പല്ലേ, അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഫുഡ് വേണമെന്ന് വെച്ചാൽ രാത്രിയിലുള്ളത് ഞങ്ങളിവിടെ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു. അതായത് അവർ അവിടെ വെച്ച് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും അത് കാണുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവരും ഫുഡാക്കി തരും. നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സൊക്കെ അവരുണ്ടാക്കി തരുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഈ ഫിഷ് മാർക്കറ്റിൽ ഓരോ ഐറ്റംസും നമ്മൾ ടൂറിസ്റ്റിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ കാണുന്ന ക്രാബൊക്കെ ഉണ്ടല്ലോ, നല്ല വലിപ്പമാണ് ആ ക്രാബിനൊക്കെ. പിന്നെ പണ്ടെന്ന് വെച്ചാൽ ഇവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത് മത്സ്യബന്ധനമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ മത്സ്യബന്ധനം അതിൻ്റെ കച്ചവടമായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു ഈ ബെർഗൻ എന്ന് പറയുന്ന ഈ നഗരത്തിൻ്റെ എക്കണോമിക് വ്യവസ്ഥിതിയുടെ മെയിനായിട്ടുള്ള ഒരു പാർട്ട്. ഇതാണ് മെർട്ടൽ എന്ന് പറയുന്ന സ്റ്റേഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലാം റെയിൽവേ ഇവിടെയാണ് ഉള്ളത്. ഇത് ഒരു മൗണ്ടെയിനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഓസ്ലോനെയും ബെർഗനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഓർലാൻഡ് മുനിസിപ്പാലിറ്റിയിലാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള റോഡ് കണക്ഷൻ ഇല്ലാത്ത ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണിത്. ഇത് നമ്മളുടെ ഹാർബറിൻ്റെ തൊട്ടടുത്തൊന്നല്ല കേട്ടോ, അവിടെ നിന്നും കുറച്ച് ദൂരമൊക്കെ പോയിട്ടാണ് ഉള്ളത്. ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ ഇനി പോകുന്നത് ഹോട്ടലിലേക്കാണ്. അപ്പോൾ നോർവേയിലായാലും ഏതൊരു യൂറോപ്യൻ കൺട്രികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒരുപാട് നേരം ബസ് യാത്ര വേണ്ടിവരും. അപ്പോൾ അതുപോലെയുള്ളൊരു ബസ് യാത്രയാണ് ഇനിയുള്ള ഇതിൽ കാണുന്നത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിനും മേലെയുള്ള ഒരു ബസ് യാത്രയായിരുന്നു അത്. 2 മണിക്കൂറിനടുത്തുണ്ടെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. കൃത്യമായ ടൈം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ലൊരു ബസ് യാത്രയായിരുന്നു അത്. നല്ല നീണ്ട നേരത്തെ ബസ് യാത്രയായിരുന്നു. നമ്മൾ എപ്പോഴും ഇങ്ങനെ യൂറോപ്യൻ കൺട്രികളിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്രയധികം നല്ലൊരു നീണ്ട ബസ് യാത്രകൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ, അതല്ലാത്തവർക്ക് അതെപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത്രയധികം യാത്ര ചെയ്തിട്ട് നമ്മൾ പിന്നെ റൂമിലെത്തുമ്പോൾ നമ്മളൊന്നും കാണാത്ത പോലെയുള്ളൊരു പ്രതീതി ചിലർക്കെങ്കിലും ഉണ്ടാവും. പക്ഷേ പുറത്തേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ നോർവേ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഒരു പരിധിവരെ ഞങ്ങളെല്ലാവരും അത് ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പലപ്പോഴും നമുക്കും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം നേരത്തെ യാത്രയല്ലേ. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നല്ല എന്താ പറയുക, നല്ല പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരായതുകൊണ്ടും നന്നായി തന്നെ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായതുകൊണ്ടും ആയിരിക്കാം നമുക്കത് അത്ര വലിയ ഒരു ബോറായിരുന്നില്ല. എങ്കിലും ചിലർക്കൊക്കെ ബോറടിച്ചു എന്ന് തന്നെ പറയണം. പക്ഷേ എങ്കിലും ഇതൊരു ഇത്തിരി ദൂര യാത്ര തന്നെയായിരുന്നു.
ഹോട്ടലിലിരുന്നു. നമുക്ക് കുറേയധികം കാടുകളും പൈൻ മരങ്ങൾ നിൽക്കുന്നതും തടാകങ്ങളും കുറേ പർവ്വതങ്ങളും പിന്നെ വലിയ പുഴകളും ഒക്കെ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം ഇപ്പം ഞങ്ങൾ ഒരു റെസിഡൻസി ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിനടുത്താണ് എത്തിയിട്ടുള്ളത്. ക്വാളിറ്റി ഹോട്ടൽ എഡ്വേർഡ് ഗ്രീക്ക് എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. നാളത്തെ വിശേഷങ്ങളായി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.